ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് DG എഴുതിയിട്ടുണ്ട്, കുറിപ്പിലെന്നാണ് DGP എഴുതിയിട്ടുണ്ടെന്നാണ്. പക്ഷേ എന്നാലും ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആ അന്വേഷണം എത്ര കാലത്തേക്കാണ് നീട്ടിയിട്ടുള്ളതെന്ന് അറിയില്ല. കാരണം വിജിലൻസ് അന്വേഷണം 6 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DGP ഇദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്ന് എഴുതിയാൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് വേറൊരു പദവിയിലേക്ക് മാറ്റിവെക്കുന്നതിന് ഒരു റിപ്പോർട്ടും ഇല്ലെങ്കിൽ ഒരു തടസ്സമില്ല. പക്ഷേ ഇത് എഴുതി കൊടുത്തൊരു കാരണം ഉണ്ടായിട്ട് കൂടി പിന്നെയും വിശദമായി അന്വേഷിക്കുകയാണ്. സത്യത്തിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവുക? സെൻലക്കര DGPയോട് പറയാണോ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, ചിലപ്പം അജിത് കുമാറിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിലോ എന്നാണോ CM പറയുന്നത്? അല്ല, ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരം കലങ്ങി വളരെ കറക്റ്റാണ്. ആരാണ് കലക്കിയത്? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപിക്ക് ഒട്ടുപിടിക്കാൻ വേണ്ടി സംഘപരിവാർ കലക്കിയതാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് തൃശ്ശൂർക്കാരെ ഞങ്ങൾക്കറിയാം. അവിടെ വന്ന ആനയ്ക്ക് പോലും അത് കൃത്യമായിട്ട് അറിയാം. ആനയുടെ പാപ്പാന്മാർക്ക് പോലും കൃത്യമായിട്ട് അറിയാം. LDFന്റെ സ്ഥാനാർത്ഥി പോലും പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് നാണം കെട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഉറപ്പ് നൽകി, എന്തെന്ന്, MR അജിത് കുമാറിനെ മാറ്റാനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറയുന്നത് എന്താണ്? അന്വേഷണം കഴിഞ്ഞതിന് ശേഷം നടപടി സ്വീകരിക്കാം. അപ്പോൾ അന്വേഷണം കഴിഞ്ഞതിന് ശേഷമാണോ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് MR അജിത് കുമാറിനെ മാറ്റും എന്നുള്ള ഉറപ്പ് നൽകിയത്? അപ്പോൾ ഇത് വളരെ ക്ലിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ 2 നൂറ്റാണ്ടിലധികമായി ലോകത്തിൻ്റെ തന്നെ സാംസ്കാരിക പൈതൃകമായ തൃശ്ശൂർ പൂരം അത് കലക്കിയത് വളരെ നിർഭാഗ്യപരമാണ്. അതിൻ്റെ ക്രിമിനൽ കേസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ക്രൈംബ്രാഞ്ച് ADGP എടുക്കുമെന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് തള്ളിയെന്ന് ഒരു ഭാഗത്ത് പറയുന്നു. ആ റിപ്പോർട്ടിനകത്ത് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. അതിനകത്ത് DGP തന്നെ ഇദ്ദേഹത്തിൻ്റെ നടപടി ശരിയല്ല എന്ന് പറയുന്നു. കേരളത്തിൻ്റെ പോലീസിൻ്റെ മേധാവി എന്ന് പറയുന്ന DGP തന്നെ ഇദ്ദേഹത്തിനെതിരായ നോട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ ആർക്കാണ് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഒരു കോടതിയിലേക്ക് ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയോ ക്യാബിനറ്റിൻ്റെയോ താല്പര്യമൊന്നും അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല. നിയമപരമായി ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തടയാൻ കഴിയാതിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ നടപടിയുടെ ബോധപൂർവമായ വീഴ്ചയാണെങ്കിൽ ആ ക്രിമിനൽ കോൺസ്പിറൻസിയിൽ അദ്ദേഹവും പങ്കാളിയാണ്. അത് വളരെ ക്ലിയറായി DGP പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? അദ്ദേഹത്തെ MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് മാറ്റണം, സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അദ്ദേഹത്തെ ആ പദവികൾ നീക്കണം എന്നതാണ് അടിയന്തരമായി ഒരു സാധാരണ ജനപ്രതിനിധിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരികൾ ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇവിടെ എന്താണ്? വീണ്ടും അന്വേഷണത്തിലേക്ക് പോവുകയാണ്. MR അജിത് കുമാറിനെതിരായി എത്ര അന്വേഷണമാണ് നടക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു 6ാമത്തെയോ 7ാമത്തെയോ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ചോദ്യം വരുന്നുണ്ട്. അതായത് ഉദ്യോഗസ്ഥ പ്രമാണിമാർ RSSകാരെ കാണുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ, കാണേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ കാണുന്നതിനെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്താണ് എന്ന ചോദ്യം CPMന്റെ PB അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹം അത് പറയണമല്ലോ. പിണറായി വിജയൻ ഉത്തരവില്ല. അദ്ദേഹം ഈ നിയമസാങ്കേതികത പറയാണ്, സർക്കാർ നടപടി പറയാണ്, റിപ്പോർട്ട് വരട്ടെ എന്ന്. റിപ്പോർട്ടിനെ കുറിച്ചല്ല ചോദ്യം. മാധ്യമങ്ങൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നിലപാട് എന്താണ് RSSനെ കാണുന്നതിനെ കുറിച്ച്. നോക്കൂ, അതിൽ പോലും മറുപടി പറയാൻ കഴിയാത്ത വിധം തൻ്റെ ചരിത്രത്തെ, തൻ്റെ സ്വന്തം ചരിത്രത്തോട് അനീതി ചെയ്യുന്ന മൗനം എടുക്കുകയാണ് അദ്ദേഹം. അല്ല, മാനസികമായി അതല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു സംഘപരിവാറിൻ്റെ ഫോളോവറായി മാറിയ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ കാണുമ്പോൾ ഒരു സംഘപരിവാറിൻ്റെ ഫോളോവറായി മാറിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ഒരു പക്ഷേ അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സേവാഭാരതിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി ചിലപ്പോൾ മാറിയേക്കാം. ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്കൊക്കെ തോന്നിയത്. ഞാനതാ സൂചിപ്പിക്കുന്നത്. MR അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടികൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നടപടിയെടുക്കാൻ അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? നരേന്ദ്രമോദിയുടേതാണോ, മോഹൻ ഭാഗവതിൻ്റെതാണോ, ഒസബളയുടേതാണോ? ആരുടെ വാക്കുകളാണ്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഇവനാരുമല്ല എന്ന് വെച്ചാൽ CPM അല്ല നയിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, EP ജയരാജനെ മാറ്റിയ നിമിഷ നേരം കൊണ്ട് മാറ്റി, ചർച്ച പോലും ചെയ്യാതെ മാറ്റിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ MR അജിത് കുമാറിനെ മാറ്റാൻ കഴിയുന്നില്ല. ഇവിടെ പിന്നെ അനിൽകുമാർ വളരെ പഴയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. എന്താണ് കേസ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കേസ് കേരളത്തിൻ്റെ പുറത്തേക്ക് മാറ്റണമെന്നുള്ള ഹർജി അവിടെ നടന്ന സമയത്ത് EDയുടെ അഭിഭാഷകർ അവിടെയില്ല. അപ്പോൾ സുപ്രീം കോടതി ചോദ്യം എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യം നഷ്ടപ്പെട്ടു പോയോ എന്ന വളരെ പ്രധാനപ്പെട്ട ഈ സമയത്ത് ഏറ്റവും വാല്യുബിൾ ആയ ഒരു ക്വസ്റ്റ്യനാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഇഡിയോട് ചോദിക്കുകയാണ്,
സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? വളരെ ക്ലിയർ അല്ലേ? എന്താണ് കാര്യം? അതാണ് ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണെങ്കിലും ശരി, അതാണ്. കേസാണെങ്കിലും